അപ്പോഴേ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയായ മാങ്ങ പുളിഞ്ചി ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ മാങ്ങ ഞാൻ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒരു മൂത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ. നോർമൽ മുളക് പൊടിയാണെന്ന് വെച്ചാൽ 1-1.25 ടീസ്പൂണോളം മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പച്ചമാങ്ങയോ പഴുത്ത മാങ്ങയോ മൂത്ത മാങ്ങയോ ഏത് തരം മാങ്ങയോ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമ്മൾ 1.5 കഷ്ണം ശർക്കര ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര നന്നായിട്ടൊന്ന് പാനിയായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ മാങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയിൽ നമ്മളിതിന് ഇപ്പോൾ കുറച്ച് ലൂസ് വെള്ളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ മാങ്ങ വെന്ത് വരുമ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി നല്ല പുളിഞ്ചി പോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെരിങ്കായം ഒന്ന് ഞാൻ നമ്മുടെ ഇടികല്ലിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. കായം പൊടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് വറവിടുന്നുണ്ട്, ആ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പെരിങ്കായം ആകുമ്പോൾ ഒന്നുകൂടെ നല്ല സ്മെല്ല് കിട്ടും. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു 8ഓളം വെളുത്തുള്ളി ചതച്ചതും അത് ഫുള്ളായിട്ട് തൊലി കളയാതെ തന്നെ ചതച്ചെടുത്തേക്കാണ്. ഇനി അതിലേക്ക് ഒരല്പം വേപ്പില, എൻ്റെ കയ്യിൽ വേപ്പില കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്ഷാമത്തിലിട്ടേക്കുന്നത്. 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വറവിന് ഒന്ന് നമ്മൾ മാങ്ങാക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കായം പൊടി ഉണ്ട് വെച്ചാൽ ഈ സമയത്ത് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ മാങ്ങാ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശർക്കര ഒക്കെ ചേർത്തുള്ളത് കൊണ്ട് കുറേ ദിവസം ഇങ്ങനെ കേടുവരാതെ